വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനോട് സഹകരിക്കാതെയും അവരെ അംഗീകരിക്കാതെയും കഴിയുന്ന പല രാജ്യങ്ങൾ ഇന്നുണ്ട്. ദൈവരാജ്യത്തിൽ ഇന്നത്തേതിൽ നിന്നു വ്യത്യസ്തമായി ഇസ്രായേലിനു പ്രത്യേക പദവിയും സ്ഥാനവും ലഭിക്കുന്നതിനാൽ അവരെ അന്നത്തെ ലോക ജനത ബഹുമാനിക്കണം എന്നത്ര ദൈവഹിതം. യെശയ്യാവ് 49-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്കു എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്കു എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. ദൈവരാജ്യത്തിൽ അവർക്കു ലഭിക്കുന്ന മഹത്വവും ഉന്നത സ്ഥാനലബ്ധിയും കാണുമ്പോൾ അന്നത്തെ പൊതുലോകം ആദരവോടെ ഇസ്രായേലിനോട് ഇടപെടും. യെശയ്യാവ് 60-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു: നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നുപോകാതവണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിനു പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കിത്തീർക്കും. എതിർക്രിസ്തുവിന്റെ പീഡനത്തിൽ ഞെരിന്മർന്ന ഇസ്രായേലിയരെ സംരക്ഷിച്ച വിവിധ ലോകജനതയെയാണല്ലോ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിച്ചത്. അങ്ങനെ ചെയ്ത വിവിധ മത, ഭാഷ, രാജ്യങ്ങളിലെ ദൈവജനത്തെ സംരക്ഷിച്ചവരുടെ മുൻഗാമികൾ അഥവാ പിതാക്കന്മാർ ഇസ്രായേലിയരോട് നിഷേധാത്മകമായ നയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്നത്തെ പല രാഷ്ട്രങ്ങളും അതിനുദാഹരണമാണ്.